Hi friends, നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അഷ്റഫ് ഖാന്റെ റൂമിലേക്കാണ്. അപ്പോൾ അഷ്റഫ് ഖാൻ ഇന്നും നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അഷ്റഫ് ഖാന്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അഷ്റഫ് ഖാന്റെ റൂമിലെത്തി. അപ്പോൾ കിഷോറുണ്ട്, പിന്നെ ജംഷി ഉണ്ട്, ഇർഫാൻ ഉണ്ട്, പിന്നെ ഹബീബ് ഉണ്ട്, പിന്നെ അഷ്റഫ് ഖാ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അഷ്റഫ് ഖാ കുറച്ച് നമ്മൾക്ക് എത്തും. നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആകുമ്പോഴേക്കും അഷ്റഫ് ഖാ എത്തും, ആ സമയത്ത് എത്തും. അപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 2 കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയിലൊക്കെ കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ചെമ്മീൻ മസാല ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അരമണിക്കൂർ മാറ്റി വെക്കാം. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കാം. മസാല ഇളകി പോരാത്ത രീതിയിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ചെമ്മീനൊക്കെ നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ചെമ്മീനെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ നമ്മൾ മൊത്തം പൊരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം മതി. 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 6 സവാള അരിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി കിട്ടാനായിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മളിട്ട തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ കപ്പലണ്ടി അരച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പേസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിനയില എല്ലാം കൂടി അരച്ചതാണ്. നന്നായി ഇളക്കി വെച്ചതിന് ശേഷം ഒനിയൻ വറുത്തത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം.
കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, കുരുമുളക്, ബേ ലീവ്സ്, അങ്ങനെയുള്ള എല്ലാ ഗരം മസാല ബോൾസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പകുതി സവാള നൈസാക്കി അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിൻ്റെ അതൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ദമ്മിടാനുള്ള പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 75% വേവായിട്ടുണ്ട്. ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാലയുടെ മേലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പ്, പുതിനയൊക്കെ നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വറുത്ത സവാള നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മേലെ ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മേലെ വീണ്ടും നമുക്ക് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ വറുത്ത സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മേലെ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല ഇതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 25 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റി ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംശയമുള്ളവർ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.